കുടുംബത്തിലെ ഏക പെൺസന്തതിയായിരുന്ന നിന്റെ അമ്മ, അതായത് എന്റെ ഒരേ ഒരു പെങ്ങള്, ഒരു കാര്യസ്ഥനോട് ഇറങ്ങിപ്പോകാൻ പോകണമെന്ന് അറിഞ്ഞപ്പോഴുണ്ടായ മനോവേദന ഇന്നും മാറിയിട്ടില്ല അച്യുതാ. സ്വത്തിനേക്കാളും പണത്തെക്കാളും വലുത് സ്നേഹമാണെന്ന് പറഞ്ഞ് അവളെല്ലാം എന്റെ പേർക്ക് എഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയി. മനസ്സിലായോ നിനക്ക്? ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാ കാര്യങ്ങള്. ആ, അമ്മാവൻ പറഞ്ഞ പോലെ ഈ നാട്ടുകാര് ചെറ്റകളാ. അവരെന്തൊക്കെയാ പറയുന്നെന്ന് അറിയാമോ? സ്വത്തൊക്കെ അമ്മാവന്റെ പേർക്ക് എഴുതി വെക്കാതെ എന്റെ അമ്മയുടെ കല്യാണം നടത്താൻ അമ്മാവൻ സമ്മതിച്ചില്ല എന്ന്. നീ അത് വിശ്വസിക്കുന്നുണ്ടോ? ഹേയ്, അമ്മാവൻ അങ്ങനെ ചെയ്യില്ലാന്ന് എനിക്കറിയില്ലേ. ആ, എന്നാ പിന്നെ ഞാൻ നടക്കട്ടെ അമ്മാവ, അമ്മായിയും കൂടെ ഒന്ന് കാണണം. ആ, അമ്മയോട് കാപ്പിയോ ചായയോ എന്താ വെച്ചാ മേടിച്ചു കുടിച്ചോണ്ട് പോയാ മതി. ഓ, ചായ തേങ്ങ കൊല ഞാൻ കാണിച്ചു തരാം. ആ, എന്താ എന്താ? അല്ല, ഇവിടെ ഓല വഴുത്തിങ്ങനെന്ന് പറഞ്ഞതാ. ആ, ഇന്നും ഉണ്ടോ പെണ്ണ് കാണൽ? നന്ദിനി, അമ്മായി ഇവിടെ ഇല്ലേ? കണിയനോട് പോയി ചോദിക്കൂ, ഒന്നിരിക്കുന്നു രാവിലെ. ഭയങ്കര സ്റ്റൈല് തന്നെ പെണ്ണിന്. അമ്മായി, ചായ കുടിക്കാൻ ഒരാളൂടി ഉണ്ട് കേട്ടോ. അച്യുതനോ? കണ്ടിട്ട് കുറെ ദിവസം ആയല്ലോ. എന്ത് പറയാനേ അമ്മായി, ഓരോ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുന്നു. ആ, എന്തായി മോനെ നിന്റെ ജോലിയുടെ കാര്യം? ദൈവം സഹായിച്ച് ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. എന്താ ഇത്ര ചിരിക്കാൻ? തമാശ കേട്ടതുപോലെ. നീ ഇപ്രാവശ്യം